ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റഡ് ഓഫ് എന്നുള്ളൊരു പ്രപ്പോസിഷനാണ് കേട്ടോ. ഇൻസ്റ്റഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു പകരം, പകരം എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്ക് പകരം നീ പോവോ, അതിന് പകരം അത് എടുത്താൽ മതിയായിരുന്നു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ പകരം എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ് എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നീതുവിന് പകരം ഞാൻ പോകാം. നമ്മളെപ്പോഴും പറയില്ലേ, അവന് പകരം ഞാൻ പോകാം, അല്ലെങ്കിൽ എനിക്ക് പകരം നീ പോകുമോ എന്നൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. അപ്പോൾ നീതുവിന് പകരം ഞാൻ പോകാം, ഇതെങ്ങനെയാ നമ്മൾ പറയാ? ഞാൻ പോകാം, ഞാൻ പോകാം ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ ഐ വിൽ ഗോ, ഞാൻ പോകാം, ഐ വിൽ ഗോ. നീതുവിന് പകരം എന്ന് യൂസ് ചെയ്യാനായിട്ട്, പകരം എന്ന് യൂസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റഡ് ഓഫ് ഈ പ്രപ്പോസിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീതുവിന് പകരം എന്ന് പറയാനായിട്ട് ഐ വിൽ ഗോ ഇൻസ്റ്റഡ് ഓഫ് നീതു. നീതുവിന് പകരം ഞാൻ പോകാം, ഐ വിൽ ഗോ ഇൻസ്റ്റഡ് ഓഫ് നീതു. നിനക്ക് പകരം ഞാൻ പോകാം എന്നായിരുന്നെങ്കിൽ ഐ വിൽ ഗോ ഇൻസ്റ്റഡ് ഓഫ് യു. നിനക്ക് പകരം ഞാൻ പോകാം, ഐ വിൽ ഗോ ഇൻസ്റ്റഡ് ഓഫ് യു. എന്നെ കാത്തു നിൽക്കുന്നതിന് പകരം അവൻ ഒറ്റയ്ക്ക് പോയി. ഓക്കെ, വലിയ സെൻറ്റൻസ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, വളരെ എളുപ്പമാണ്. എന്നെ കാത്തു നിൽക്കുന്നതിന് പകരം അവൻ ഒറ്റയ്ക്ക് പോയി. അവൻ ഒറ്റയ്ക്ക് പോയി. ഹീ വെൻറ്റ് അലോൺ. അവൻ പോയി, ഹീ വെൻറ്റ്. എങ്ങനെ? ഒറ്റയ്ക്ക്. ഹീ വെൻറ്റ് അലോൺ. എന്നെ കാത്തു നിൽക്കുന്നതിന് പകരം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ്, പകരം, ഇൻസ്റ്റഡ് ഓഫ് എന്നെ കാത്തു നിൽക്കുന്നതിന് പകരം എന്ന് പറയാനായിട്ട് ഇൻസ്റ്റഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ മീ. എന്നെ കാത്തു നിൽക്കുന്നതിന് പകരം അവൻ ഒറ്റയ്ക്ക് പോയി. ഹി വെൻറ്റ് അലോൺ ഇൻസ്റ്റഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ മീ. ചായയ്ക്ക് പകരം ഞാൻ കാപ്പി കുടിക്കാം. അപ്പോൾ ചായയ്ക്ക് പകരം ഞാൻ കാപ്പി കുടിക്കാം എന്ന് പറയാണ്. ഞാൻ കുടിക്കാം, ഐ വിൽ ഡ്രിങ്ക്. എന്ത്? കാപ്പി കുടിക്കാം എന്നാ പറഞ്ഞേക്കണത്. അപ്പോൾ ഐ വിൽ ഡ്രിങ്ക് കോഫി. ഞാൻ കാപ്പി കുടിക്കാം, ഐ വിൽ ഡ്രിങ്ക് കോഫി. ചായയ്ക്ക് പകരം, അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ് ടീ, ഇൻസ്റ്റഡ് ഓഫ് ടീ. ചായയ്ക്ക് പകരം ഞാൻ കാപ്പി കുടിക്കാം, ഐ വിൽ ഡ്രിങ്ക് കോഫി ഇൻസ്റ്റഡ് ഓഫ് ടീ. മൈസൂർ പോകുന്നതിന് പകരം നമുക്ക് ബാംഗ്ലൂർ പോകാം. മൈസൂർ പോണതിന് പകരം നമുക്ക് ബാംഗ്ലൂർ പോകാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, ഇന്നതിന് പകരം ഇന്നത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമുക്ക് എഴുതുക എന്ന് നോക്കാം. നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. എങ്ങോട്ട്? ബാംഗ്ലൂർ. ലെറ്റ്സ് ഗോ ടു ബാംഗ്ലൂർ. മൈസൂർ പോകുന്നതിന് പകരം എന്നതിന് നമ്മൾ പറയും പകരം, ഇൻസ്റ്റഡ് ഓഫ്. ഇൻസ്റ്റഡ് ഓഫ്, പകരം എന്നുള്ളതിന് ഇൻസ്റ്റഡ് ഓഫ്. മൈസൂർ പോകുന്നതിന് പകരം എന്നതിന് നമ്മൾ പറയും ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു മൈസൂർ. മൈസൂർ പോകുന്നതിന് പകരം നമുക്ക് ബാംഗ്ലൂർ പോകാം. ഇതെങ്ങനെയാ പറയാ? ലെറ്റ്സ് ഗോ ടു ബാംഗ്ലൂർ ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു മൈസൂർ. ലെറ്റ്സ് ഗോ ടു ബാംഗ്ലൂർ ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ടു മൈസൂർ. ഓക്കെ. കളിക്കുന്നതിന് പകരം നമുക്ക് പഠിക്കാം. ഇത് നമ്മൾ എങ്ങനെ പറയും? കളിക്കുന്നതിന് പകരം നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാം, ലെറ്റ്സ് സ്റ്റഡി, അല്ലെങ്കിൽ ലെറ്റ്സ് ലേൺ. പകരം എന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഇൻസ്റ്റഡ് ഓഫ്. ഇൻസ്റ്റഡ് ഓഫ് കളിക്കുന്നതിന് പകരം എന്നല്ലേ, അപ്പോൾ ഇൻസ്റ്റഡ് ഓഫ് പ്ലേയിങ്.
ലെറ്റ്സ് സ്റ്റഡി ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ്. കളിക്കുന്നതിന് പകരം നമുക്ക് പഠിക്കാം എന്നാണ് കേട്ടോ. ഡാൻസ് കളിക്കുന്നതിന് പകരം നമുക്ക് പാട്ട് പാടാം അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ, ഡാൻസ് കളിക്കുന്നതിന് പകരം നമുക്ക് പാട്ട് പാടാം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമുക്ക് പാട്ട് പാടാം. ലെറ്റ്സ് സിങ്. എന്തിനു പകരം? പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ്. എന്തിനു പകരം പാട്ട് പാടാന്നാ പറഞ്ഞേ? ഡാൻസ് കളിക്കുന്നതിന് പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡാൻസിങ്. ഡാൻസ് കളിക്കുന്നതിന് പകരം നമുക്ക് പാട്ട് പാടാമെന്ന്. ലെറ്റ്സ് സിങ് ഇൻസ്റ്റെഡ് ഓഫ് ഡാൻസിങ്. ദുബായ് പോകുന്നതിന് പകരം നമുക്ക് ലണ്ടൻ പോകാം. ഓക്കെ, ദുബായ് പോകുന്നതിന് പകരം നമുക്ക് ലണ്ടനിൽ പോകാം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ലണ്ടനിൽ പോകാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. എങ്ങോട്ടേക്ക്? ടു ലണ്ടൻ. ലെറ്റ്സ് ഗോ ടു ലണ്ടൻ. പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ്. ലെറ്റ്സ് ഗോ ടു ലണ്ടൻ ഇൻസ്റ്റെഡ് ഓഫ്. ഏത് സ്ഥലത്തിന് പകരാ? ദുബായ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദുബായ്. ലെറ്റ്സ് ഗോ ടു ലണ്ടൻ ഇൻസ്റ്റെഡ് ഓഫ് ദുബായ്. ദുബായ് പോകുന്നതിന് പകരം നമുക്ക് ലണ്ടനിൽ പോകാം. സമ്മാനത്തിന് പകരം അവർ ഒരു വൗച്ചർ തന്നു. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? അവർ ഒരു വൗച്ചർ തന്നു. ദേ, അവർ. ദേ തന്നു എന്ന് പറയാനായിട്ട് ഗേവ്. എന്ത്? ഒരു വൗച്ചർ. ദേ ഗേവ് എ വൗച്ചർ. അവർ ഒരു വൗച്ചർ തന്നു. ദേ ഗേവ് എ വൗച്ചർ. പകരം ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ് എന്ത്? സമ്മാനം. ഇൻസ്റ്റെഡ് ഓഫ് ദ ഗിഫ്റ്റ്. സമ്മാനത്തിന് പകരം അവർ ഒരു വൗച്ചർ തന്നു. ദേ ഗേവ് എ വൗച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ദ ഗിഫ്റ്റ്. ദേ ഗേവ് എ വൗച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ദ ഗിഫ്റ്റ്. ഓടുന്നതിന് പകരം നമുക്ക് നടക്കാം. ഓടുന്നതിന് പകരം നമുക്ക് നടക്കാം. അപ്പോൾ നമുക്ക് നടക്കാം. ലെറ്റ്സ് വാക്ക്. നമുക്ക് നടക്കാം. പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ് ഓടുക, റണ്ണിങ്. ലെറ്റ്സ് വാക്ക് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ്. ഓടുന്നതിന് പകരം നമുക്ക് നടക്കാം. ലെറ്റ്സ് വാക്ക് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ്. ആപ്പിളിന് പകരം ഓറഞ്ച് വാങ്ങി. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ഓറഞ്ച് വാങ്ങി. ബോട്ട്. ബൈ വാങ്ങുക. ബൈൻ്റെ പാസ്റ്റ് ബോട്ട്. ബോട്ട് ഓറഞ്ച്. ഓറഞ്ച് വാങ്ങി. ബോട്ട് ഓറഞ്ച്. ഓറഞ്ച് വാങ്ങി. പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ് ആപ്പിൾ. ബോട്ട് ഓറഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് ആപ്പിൾ. ആപ്പിളിന് പകരം ഓറഞ്ച് വാങ്ങി. ഇനി ഞാൻ ആപ്പിളിന് പകരം ഓറഞ്ച് വാങ്ങി എന്നായിരുന്നെങ്കിൽ ഐ ബോട്ട് ഓറഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് ആപ്പിൾ എന്നായേനെ. അവൾക്ക് പകരം ഞാൻ എഴുതാം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഞാൻ എഴുതാം, ഞാൻ ചെയ്യാം എന്നല്ലേ പറയുന്നത്? ഫ്യൂച്ചറാണ്. അപ്പോൾ ഐ വിൽ എഴുതാം. റൈറ്റ്. ഐ വിൽ റൈറ്റ്. ഞാൻ എഴുതാം. അവൾക്ക് പകരം എന്ന് പറയാനായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹർ. അവൾക്ക് പകരം ഞാൻ എഴുതാം. ഐ വിൽ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഹർ. അവന് പകരം ഞാൻ എഴുതാം എന്നായിരുന്നെങ്കിൽ ഐ വിൽ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഹിം എന്നായേനെ. നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് പകരം കോൾ ചെയ്യാം. നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് പകരം കോൾ ചെയ്യാം. ഇതെങ്ങനെയാ പറയുക? നമുക്ക്. ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ്. കോൾ ചെയ്യാം. ലെറ്റസ് കോൾ. പകരം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ്. ഇൻസ്റ്റെഡ് ഓഫ് ചാറ്റ് ചെയ്യുക. അപ്പോൾ ചാറ്റിംഗ്. നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് പകരം കോൾ ചെയ്യാം.
ലെറ്റ് us call ഇൻസ്റ്റെഡ് ഓഫ് ചാറ്റിംഗ്, അല്ലെങ്കിൽ ലെറ്റ്സ് കോൾ ഇൻസ്റ്റെഡ് ഓഫ് ചാറ്റിംഗ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിക്ക് പകരം നീ പോകുമോ? നമ്മൾ ചോദിക്കുകയാണ് അല്ലേ, പക്ഷേ നീ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിൽ യു അല്ലെങ്കിൽ വുഡ് യു നമുക്ക് ഏതായാലും ചോദിക്കാം. വിൽ യു ഗോ, നീ പോകുമോ എന്ന് ചോദിക്കാനായിട്ട് വിൽ യു ഗോ, നീ പോകുമോ, വിൽ യു ഗോ. എനിക്ക് പകരം, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മീ, ചോദ്യമാണ് അല്ലേ. അപ്പോൾ എനിക്ക് പകരം നീ പോകുമോ, ഇത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വിൽ യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് മീ. അവൾക്ക് പകരം നീ പോകോ, വിൽ യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് ഹെർ. അവന് പകരം നീ പോകോ, വിൽ യു ഗോ ഇൻസ്റ്റെഡ് ഓഫ് ഹിം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ until we see next time, take care.